ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോറിന്തോസ് 11 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. കോറിന്തോസുകാർ എന്ത് സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അല്പം ഭോഷത്വം. 2. എനിക്ക് നിങ്ങളോട് എന്തു തോന്നുന്നു എന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? ഉത്തരം: ദൈവികമായ അസൂയ. 3. കോറിന്തോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? ഉത്തരം: ക്രിസ്തുവുമായി അവരുടെ വിവാഹനിശ്ചയം നടത്തി. 4. ആര് ആരെ തന്ത്രപൂർവം ചതിച്ചതുപോലെ എന്നാണ് 2 കോറിന്തോസ് 11:3 പറയുന്നത്? ഉത്തരം: സർപ്പം ഹൗവായെ. 5. സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നാണ് സ്ലീഹ ഭയപ്പെടുന്നത്? ഉത്തരം: ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. 6. താൻ ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അപ്പസ്തോല പ്രമാണികളെക്കാൾ. 7. എനിക്ക് പ്രസംഗചാതുര്യം കുറവായിരിക്കാം, എങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അറിവിൽ. 8. നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം: കവർച്ച ചെയ്യുകയായിരുന്നു. 9. ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: ഞെരുക്കം. 10. കോറിന്തോസുകാരുടെ കൂടെയായിരുന്നപ്പോൾ പൗലോസ്ലീഹായുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തത് ആരാണ്? ഉത്തരം: മക്കെദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. 11. ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അക്കായിയ പ്രദേശങ്ങളിൽ. 12. ആരുപോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: പിശാച് പോലും. 13. പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ഉത്തരം: തന്നെ ഭോഷനായി ആരും കാണരുതെന്ന്. 14. പലരും പ്രശംസിക്കാറുള്ളതുപോലെ എന്തിനെപ്പറ്റി ഞാനും പ്രശംസിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ലൗകിക കാര്യങ്ങളെപ്പറ്റി. 15. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് എങ്ങനെ സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് പറയുന്നത്? ഉത്തരം: സന്തോഷപൂർവം. 16. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് സ്ലീഹ പറയുന്നത് ആരെപ്പോലെ? ഉത്തരം: ഒരു ഭോഷനെപ്പോലെ. 17. 2 കോറിന്തോസ് 11:22 ഞാനും അതെ എന്ന് എത്ര തവണ പറയുന്നുണ്ട്? ഉത്തരം: 3 തവണ. 18. ഉന്മത്തനെപ്പോലെ ഞാനും പറയുന്നു എന്നതിനു ശേഷം പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഉത്തരം: ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. 19. അവരെക്കാൾ വളരെ കൂടുതൽ ഞാൻ എന്തനുഭവിച്ചു എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: കാരാഗൃഹവാസം. 20. ആരുടെ കൈകളിൽ നിന്നാണ് പൗലോസ്ലീഹ 1 കുറയെ 40 അടി വീതം കൊണ്ടത്? ഉത്തരം: യഹൂദരുടെ. 21. യഹൂദരുടെ കയ്യിൽ നിന്ന് 1 കുറയെ 40 അടി വീതം എത്ര പ്രാവശ്യമാണ് കൊണ്ടത്? ഉത്തരം: 5 പ്രാവശ്യം. 22. എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഹ വടികൊണ്ട് അടിക്കപ്പെട്ടത്? ഉത്തരം: 3 പ്രാവശ്യം. 23. സ്ലീഹ കപ്പൽ അപകടത്തിൽപ്പെട്ടത് എത്ര പ്രാവശ്യം? ഉത്തരം: 3 പ്രാവശ്യം. 24. പൗലോസ്ലീഹ എത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു? ഉത്തരം:
ഒരു രാത്രിയും ഒരു പകലും. 25 എത്രമാത്രം പ്രഹരമേറ്റു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം എണ്ണമറ്റ വിധം. 26 ശ്ലീഹ എത്ര പ്രാവശ്യം കല്ലെറിയപ്പെട്ടു? ഉത്തരം ഒരിക്കൽ. 27 ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം വ്യാജ സഹോദരരിൽ നിന്നും. 28 പൗലോസ് ശ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് എന്ത്? ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. 29 എനിക്ക് പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം എൻ്റെ ബലഹീനതകളെക്കുറിച്ച്. 30 ദമാസ്കസിൽ പൗലോസിനെ പിടികൂടാൻ കാവലേർപ്പെടുത്തിയത് ആര്? ഉത്തരം അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. 31 പൗലോസ് ശ്ലീഹായെ പിടികൂടാൻ അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി കാവൽ ഏർപ്പെടുത്തിയത് എവിടെ? ഉത്തരം ദമാസ്കസ് നഗരത്തിന്. 32 അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ആരുടെ കയ്യിൽ നിന്ന് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം ദേശാധിപതിയുടെ കയ്യിൽ നിന്ന്. 33 നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയപ്പോൾ പൗലോസ് ശ്ലീഹ രക്ഷപ്പെട്ടത് എങ്ങനെ? ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടു.